നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തി ഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 703rd day. Today 22nd sloka of Prathama Skandam 6th chapter. For details please see the description box. ഗീതാസ് ഭക്തി ഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 703-ാം ദിവസം. പ്രഥമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവതം പ്രഥമസ്കന്ധത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകം. ഹന്താസ്മിൻ ജന്മനി ഭവാൻ മാമാ ദ്രഷ്ടുമിഹാർഹതി അവിപക്വകഷായാണാം ദുർദർശോഹം കുയോഗിനാം. ഓം തത്സത്. ഹന്താസ്മിൻ ജന്മനി ഭവാൻ മാമാ ദ്രഷ്ടുമിഹാർഹതി അവിപക്വകഷായാണാം ദുർദർശോഹം കുയോഗിനാം. ഓം തത്സത്. ഹന്ത അസ്മിൻ ജന്മനി ഭവാൻ മാമ ദ്രഷ്ടും മാ ദ്രഷ്ടും അർഹിഹാർഹതി. മാ അർഹതി മാ ഇമാർഹതി. ദ്രഷ്ടും മാ അർഹതി അവിപക്വകഷായാണാം ദുർദർശ അഹം കുയോഗിന. ദുർദർശോഹം എന്നുള്ളത് ദുർദർശ അഹം കുയോഗിന. അതായത് ഹന്ത കഷ്ടം ദയോടുകൂടി ഒരു അശരീരി കേട്ടു എന്നാണ് പറഞ്ഞത്. ഭഗവാന്റെ രൂപം കാണാതെ വിഷമിച്ചിരിക്കുന്ന നാരദർക്ക് ഒരു അശരീരി കേൾക്കാനിടയായി. ഗംഭീരമായിട്ടുള്ള എന്നാൽ ദയാപൂർണമായിട്ടുള്ള സ്പഷ്ടമായ ഒരു അശരീരി കേട്ടു എന്ന് പറഞ്ഞു. ആ കേട്ട അശരീരി എന്താണ് എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുകയാണ്. കഷ്ടം നീ അസ്മൻ ഭവാൻ. ഹന്ത എന്ന് പറഞ്ഞാൽ കഷ്ടം. ഭവാൻ നീ അസ്മിൻ ജന്മനി ഈ ജന്മത്തിൽ മാം എന്നെ ദ്രഷ്ടും കാണുവാനായിക്കൊണ്ട് മാ അർഹതി അർഹിക്കുന്നില്ല. അർഹതി എന്ന് പറഞ്ഞാൽ അർഹിക്കുക. മാ അർഹതി അർഹിക്കുന്നില്ല. അവിപക്വകഷായാണ അതായത് പാകം വരാത്ത ശരീരത്തോടു കൂടിയവൻ, അതായത് പാകം വരാത്ത അശുദ്ധിയോടുകൂടിയ മലങ്ങളോടുകൂടിയ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ വരിക. അവിപക്വ കഷായണ പാകം വരാത്ത മലങ്ങളോട് കൂടിയ കുയോഗിനാം കുൽസിത യോഗികൾക്ക് അഹം ഞാൻ ദുർദർശ ദർശിപ്പാൻ സാധിക്കാത്തവനാകുന്നു. ദർശ എന്ന് പറഞ്ഞാൽ കാണാൻ, ദുർദർശ കാണാൻ സാധിക്കാത്ത ആകുന്നു. അതായത് ദയാപൂർവം ആ കുട്ടിയായിട്ടുള്ള നാരദരെ സംബോധന ചെയ്തുകൊണ്ട് ഭഗവാൻ തന്നെ അശരീരിയായി പറയുകയാണ്, നീ വിഷമിച്ചിട്ട് കാര്യമില്ല. അയ്യോ കഷ്ടം, അഹോ കഷ്ടം. ഭവാൻ ഈ ജന്മത്തിൽ എന്നെ കാണുവാൻ അർഹനല്ല. ഒരു ദാസിക്ക് ജനിച്ച പുത്രനാണ്. യോഗീശ്വരന്മാർക്ക് സേവിച്ചതുകൊണ്ട് കിട്ടിയ ഭാഗം കൊണ്ട് ഉണ്ടായ ഭക്തി കൊണ്ടാണ് നാരദർ തപസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മനസ്സിൽ ഒരു നിമിഷം മിന്നി മറഞ്ഞു. പിന്നീട് കാണാൻ സാധിക്കാത്തപ്പോൾ വിഷമിച്ചപ്പോൾ പറയുകയാണ്, ഈ ജന്മം നീ എന്നെ കാണാൻ യോഗ്യനല്ല, എനിക്ക് അർഹതയില്ല. കാമാദി ദോഷങ്ങൾ നിശേഷം ക്ഷമിക്കാത്ത ആൾക്കാർക്ക്, യോഗികൾക്ക് പൂർണ്ണമായും ആ ഭഗവാനിൽ തന്നെ ലയിച്ച് ഭഗവാനെ തന്നെ അറിയണമെന്നുള്ള പൂർണ്ണത നേടിയവർക്ക് മാത്രമേ എന്നെ കാണാൻ സാധിക്കുകയുള്ളൂ.
അതുകൊണ്ട് തന്നെ ഈ ജന്മത്തിൽ നിനക്ക് എന്നെ കാണുവാൻ സാധിക്കുന്നതല്ല എന്ന് പറയുകയാണ്. നാരദർക്ക് കാണാൻ സാധിക്കുകയില്ല എന്ന് പറഞ്ഞതിന് ശേഷം കുൽസിത യോഗികൾക്ക് അതായത് പൂർണ്ണമായും യോഗികളാവാതെ യോഗ്യ പാതയിൽ മാത്രം എത്തിയിട്ടുള്ള ആൾക്കാർക്ക്, ദോഷങ്ങൾ നിശേഷം നശിച്ചിട്ടില്ലാത്ത ലൗകിക സുഖങ്ങളിലുള്ള ആഗ്രഹം നിശേഷം നശിച്ചിട്ടില്ലാത്തവർക്ക് ഭഗവാനെ കാണാൻ പ്രയാസമാണ്, കാണാൻ സാധിക്കുകയില്ല എന്ന് ഈ ശ്ലോകത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ശ്ലോകം ഒരിക്കൽ കൂടി. ഹന്താസ്മിൻ ജന്മനി ഭവാൻ മാമാദ്രഷ്ടുമിഹാർഹതി അവിഭക്വകഷായാണാം ദുർദർശോഹം കുയോഗിനാം. ഓം തത്സത്. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്ക് സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.